എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖവും സന്തോഷവും ഒക്കെ ആയിരിക്കണോ അല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. ഇന്നൊരു മഴയൊക്കെ പെയ്യാൻ വൈകുന്നേരം വന്നതാണ്, പക്ഷേ മഴ പെയ്തില്ല, പതിയെ ചാറിപ്പോയുള്ളേ. അപ്പോൾ ഇന്നത്തെ മഴയും ഞങ്ങൾക്ക് മിസ്സായി. അപ്പോൾ ഏകദേശം എല്ലായിടത്തും തന്നെ മഴയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ നിങ്ങൾക്കൊക്കെ. അപ്പോൾ രാവിലത്തെ ഒരു കുക്കിംഗ് വീഡിയോ ഒരു ക്ലിപ്പ് ഞാൻ എടുത്താണ്. ഇതെന്ന് വെച്ചാൽ ഇതെന്താണെന്ന് നിങ്ങൾക്ക് തോന്നണേ കണ്ടിട്ട്. ഇത് വീഡിയോ ഞാൻ പറയണതിന് മുമ്പ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പം ഞാൻ ഈ കട്ട് ചെയ്യണേ എന്താണെന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്യാനോ കേട്ടോ പറഞ്ഞേ. അപ്പം ഞാൻ പറയാം, മനസ്സിലാവാത്തവർക്ക് ഞാൻ പറയാം, ഇത് ചക്കയുടെ കൂഞ്ഞിലാട്ടോ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കണതാണ്, അതുകൊണ്ടാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ കേട്ടോ. അപ്പോൾ അതേ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചക്ക പുഴുങ്ങാനിട്ടപ്പോൾ അതിൻ്റെ കൂഞ്ഞിലൊക്കെ നല്ല കട്ടിയുള്ളതാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാനൊന്ന് ചെത്തി എടുത്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നേ. ഉണ്ടാക്കിയാൽ കഴിക്കുമോ എന്ന് പോലും എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയ കാര്യമൊക്കെ ഞാൻ പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കിയേക്കാം അന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ സംഭവം അടിപൊളിയാട്ടെ. കാരണം ഞാൻ ഇപ്പോൾ പറയാൻ കാരണം എൻ്റെ വീഡിയോയും ഇതും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ തോന്നുന്നു. ഞാൻ വീഡിയോ എടുത്ത രാവിലെ ഇപ്പോൾ ഈവനിങ്ങിലാട്ടോ ഇതിന് വോയിസ് ഓവർ ചെയ്യണേ. അപ്പോൾ അതുകൊണ്ടാണേ. അപ്പോൾ ഞാനൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത്തിരി വേകാനൊരു താമസം വന്നു. അപ്പോൾ ഒരു 10 മിനിറ്റത്തെ വേവൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ മക്കൾക്കും കൂടി ഉണ്ടാക്കിയതായതുകൊണ്ട് ഞാൻ ഒത്തിരി മുളക് പൊടി അങ്ങ് ചേർത്തില്ല, കുറച്ച് മസാലയൊക്കെ ചേർത്തു കേട്ടോ. അപ്പോൾ സംഗതി സൂപ്പർ കേട്ടോ. പിള്ളേർ കഴിച്ചപ്പോൾ പറഞ്ഞു എന്താ അമ്മ കറി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് പപ്പായയാന്ന് പറഞ്ഞു. അപ്പോൾ അവർ നല്ല സൂപ്പറായിട്ട് നല്ല അമ്മയെന്ന് പറഞ്ഞ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമായിട്ട് നാളെ രാവിലത്തേക്കുള്ള കറിയൊക്കെ ഒന്ന് ഞാൻ നോക്കി. അപ്പോൾ തോരനൊന്നും കണ്ടില്ല. വേഗം ഒരു കപ്പളങ്ങ കുത്തിയെടുക്കാമെന്ന് ഓർത്ത് വന്നാണ്. അപ്പോൾ അതേ ഇതിൻ്റെ ചോട്ടിലൊരു കപ്പളത്തിൻ്റെ ഒരു തൈ ഉണ്ടായിരുന്നു. അത് കപ്പളങ്ങ ഉണ്ടായി വരാറായതാണ്. ഞാൻ ഇപ്പോൾ വെള്ളമൊക്കെ പാത്രം കഴുകണി ഒഴിച്ച് കൊടുത്തോണ്ടിരുന്നതാ, അത് ഒടിഞ്ഞു പോയിട്ടോ. വെയിലിൻ്റെ ചൂടും കൊണ്ട് ഒത്തിരി വെള്ളം അങ്ങനെ ഇല്ലല്ലോ, എല്ലാത്തിനും മാറി പാത്രം കഴുകണിയൊക്കെ ഞാൻ ഒഴിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വെള്ളം തികയാത്തതുകൊണ്ട് അത് ഒടിഞ്ഞു പോയതാണേ. എന്താ ചെയ്യുന്നത്? നാളത്തെ തോരനുള്ളത് കപ്പളങ്ങ കുത്താണേ. 1-2 കുത്തിയിട്ടൊന്നും ചാടിയില്ല കേട്ടോ. എന്നാലും ഞാൻ വിടുവോ? ചാടണം. അത് കഴിഞ്ഞ് തോരനുള്ള തേങ്ങ നോക്കിയപ്പോൾ തേങ്ങ പൊതിച്ചതില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് തേങ്ങ പൊതിച്ചെടുക്കാമെന്ന് കരുതിയതേ. ഞാനിവിടെ പാര പോയായിരുന്നേ. അപ്പോൾ എളുപ്പ വഴിക്കതേ തൂമ്പയ്ക്കാണ് ഞാൻ ഈ തേങ്ങ പൊതിക്കുന്നത് കേട്ടോ. ആദ്യമൊക്കെ പൊതിക്കാൻ ഇത്തിരി ഒരു ബുദ്ധിമുട്ട് വരും കേട്ടോ. പിന്നെ നമുക്ക് പാരനേക്കാളും സിമ്പിളാണെന്ന് തോന്നും കേട്ടോ. ഇപ്പോൾ പിന്നെ ഒരു കാര്യം അറിയാതെ ഇങ്ങനെ നമ്മുടെ തൂമ്പാക്കയ്യിൽ നിന്ന് കാലെടുത്ത് പോയാലുണ്ടല്ലോ, നമ്മുടെ തലക്കിട്ട് വന്ന് നല്ല അടി കിട്ടും കേട്ടോ. അതൊരു കാര്യം ശ്രദ്ധിക്കണം. ആരെയില്ലെങ്കിലും തേങ്ങ പൊതിക്കാനുള്ള എളുപ്പ വഴി കേട്ടോ കണ്ടുപിടിച്ചേക്കണത്. എടുത്ത് പൊന്നു ഇതുണ്ടല്ലോ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം കുളിക്കാൻ പോയ പ്രദേശം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് നല്ല അടിപൊളി സ്ഥലം കേട്ടോ. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. വെള്ളമൊക്കെ ഒത്തിരി കുറഞ്ഞ് എന്നാലും നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നതാണ്. ഈ കുഴികളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ വെള്ളമൊക്കെ കുത്തി ഒലിച്ച് പാറയൊക്കെ ഇങ്ങനെ കുത്തി ഒലിച്ച് പോയി കുഴികളൊക്കെ ആയതാട്ടോ. അത് വലിയ വമ്പൻ പാറകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ അറിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻസിലിടണം. ഈ പ്ലേസ് ഇഷ്ടപ്പെട്ടവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.